രസമാണ് കാണാൻ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇതൊരു 10 days ട്രിപ്പാണ്. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടു കാണുമല്ലോ, ഉത്തരാഖണ്ഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ സമയം 10:15 കഴിഞ്ഞു. 11:30ക്കാണ് ട്രെയിൻ ബനാറസിൽ നിന്ന്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. കണ്ടോ, കാണിച്ചു തരാം. ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെയാണെന്നാണ് കേട്ടത്. പക്ഷേ ഉത്തരാഖണ്ഡിലെ എന്താവും അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടാണ്ട് 10 days ആയതുകൊണ്ട് ഞങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തോ ഞാനിതുവരെ മൗണ്ടൻ ഹൈക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് ഗൈസ് ലഗേജ്. ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞൊരു കാര്യമായിരുന്നു, ലഗേജ് മിനിമൽ ആക്കണം എന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, എടുത്ത് വന്നപ്പോഴത്തേനും ഇത്രയും ലഗേജ് ആയിപ്പോയി. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ജാക്കറ്റൊക്കെ എടുത്തപ്പോഴാണ് ഇത്രയും ഒരു വെയിറ്റ്, അതായത് വെയിറ്റ് അല്ല, ഇത്രയും ഇങ്ങനെ ഒരു ഭീമാകാരമായൊരു ബാഗ് പോലെ ആയിപ്പോയത്. ഈ ബാഗ് പിടിച്ചൊന്നാണല്ലോ ഇനി മല കയറാനായിട്ട്. എന്താണെന്ന് അറിയില്ല, പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവർക്കും ഉത്തരാഖണ്ഡൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ബാക്കി കാണാം. ഇതാണ് അവസ്ഥ. ഒരു ഫോട്ടോ എടുത്ത് ഫുൾ ബാഗ് ആരെ കാണാനില്ല. ഇവിടെ നേരിട്ട് ബാക്കിയുള്ളവർ കാണുവാനില്ല. അവിടെ എവിടേക്കോ ഉണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കയറി പെട്ടെന്ന് അങ്ങ് എത്തി. ഇനി ആ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് കൺഫേം ആയിട്ടില്ല. മിക്കവാറും ആ ലാസ്റ്റ് സമയത്ത് ഓടേണ്ട വരുമെന്ന് തോന്നുന്നു. അങ്ങനെ അതെ, ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 9 എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലഗേജ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. കാണിച്ചു തരാം. ഇതേ അവിടെ കിടക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ട്രെയിൻ. അതിൻ്റെ ഉള്ളിൽ തിരക്കൊണ്ട് എന്തോ ഒന്നും അറിയില്ല. എന്താവും അവസ്ഥ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെന്തായാലും ജനറലാണ് കയറാൻ പോകുന്നത്. സീറ്റൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 3 മണിയായി ഗൈസ്. ഞങ്ങളിത് ആപ്പിളും സബർജില്ലൊക്കെ എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ ആര് കട്ട് ചെയ്യുന്നുള്ള എന്താണ് കുറവാ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു ഗൈസ്. ഇതായിരുന്നു ലഞ്ച്. ഒരു സബർജില്ലയുടെ കഷ്ണം, ഒരു ആപ്പിളിൻ്റെ കഷ്ണം. അങ്ങനെ അത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങളിത് യൂനോ കാർഡ്സൊക്കെ എടുത്തിട്ട് യൂനോ കളിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. ഞങ്ങൾ വാങ്ങിയത് താലി മീൽസ് ആയിരുന്നു. ചോറ്, പൊട്ടറ്റോ, പിന്നെ പരിപ്പ്, മുട്ട, അതുപോലെ ചപ്പാത്തി, സാലഡ്. ഒരു ആവറേജ് ലെവൽ ഫുഡായിരുന്നു അത്. ഗൈസ്, ഫൈനലി നമ്മളിത് ഇവിടെ ഋഷികേശിൽ എത്തിയിട്ടുണ്ട്. ഒരു 18 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ എത്തിയത്. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ആണ് ഞങ്ങൾ വന്നത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ എന്തോ അവസ്ഥ എന്നറിയില്ല. സാധാരണ എല്ലാ ട്രിപ്പിലും നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത്, ട്രിപ്പ് പോകാൻ നേരത്ത് നല്ല സുഖമാണ്. അതെ, ഇന്നലെ രാവിലെ 11 മണിക്ക് ട്രെയിൻ കയറിയതാണ്. ഇന്ന് രാവിലെ 6:30 ആയപ്പോഴത്തേനും ഇവിടെ എത്തിയപ്പോഴത്തേനും ക്ലൈമറ്റിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ചെറിയ തണുപ്പൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണെന്നാണ് കേട്ടത്.
എന്താവും അറിയില്ല. അപ്പോൾ നോക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ യോഗി നഗരി ഋഷികേശ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ വന്നിറങ്ങിയത്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന സമയത്ത് ഒരു ബയ്യനെ കിട്ടി. ശരിക്കും ഇവിടുന്ന് സോൻപ്രയാഗിലേക്ക് പോകാനായിട്ട് ബസ്സിൽ 650 ആണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവലും പഴവും ശർക്കര. ഇതൊന്നും കുഴയ്ക്കാനുള്ള ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം ആരാണ് കുഴച്ചത്? ആ അതെ അതെ അതെ. ബാക്കിലാണ് ക്യാൻറ്റീൻ. അപ്പൊ അതെ കുഴച്ചതും കട്ട് ചെയ്തും എല്ലാം ബാക്കിൽ. മെയിനായുള്ള തല കിട്ടുന്നില്ലടി. അതെ അതാ. പഴവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയും ഇവിടെ ക്യാമറമാൻ ആയിക്കൊണ്ടിരിക്കും. ഞങ്ങളങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. കുടിക്കാൻ കൊള്ളായിരിക്കൂലേ? മലയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് ഇത്. ഉണ്ടാവും ഇവിടെ കാണാം. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ഭയ്യ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി. അപ്പോൾ ഈ കാണുന്നതാണ് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഉത്തരാഖണ്ഡിലെ. അപ്പോൾ അവിടെ കാണാൻ ഭയങ്കര രസമായിരുന്നു. കുറേ മലനിരകളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അവിടെ നോക്കി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ചത് ആലു പറാത്ത ആയിരുന്നു. അത് നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഋഷികേശിൽ നിന്നും കേദാർനാഥിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിത് ഇറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങിയതാണ്. കാണിച്ചത് വെള്ളച്ചാട്ടം. അതാണ് വെള്ളച്ചാട്ടം. ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഒരു 9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയേക്കുവാണ്. സോൻപ്രയാഗിലെത്തി. ഇവിടെ അതേ ഡ്രസ്സൊക്കെ മാറി. അതുപോലെ നമ്മുടെ വലിയ ലഗേജ് എല്ലാം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കയറി തുടങ്ങുവാണെങ്കിൽ നാളെ രാവിലെ പുലർച്ചെ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും കേദാർനാഥ് എത്തുമെന്നാണ് ഇവർ പറഞ്ഞത്. നല്ല തണുപ്പ്, അതുകൊണ്ട് ജാക്കറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ ഞങ്ങൾ വലിയ ലഗേജൊക്കെ കൊടുത്തിട്ട് ചെറിയ ബാഗുകളൊക്കെയാണ്. ഇനിയിപ്പോൾ ട്രെക്കിംഗ് ആണ് ഗൈസ്. ട്രെക്കിംഗ് ഞാൻ എല്ലാ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ബൈ. ഷബ്ന അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷബ്ന പോട്ടെ. കൃഷ്ണ അങ്ങനെ എൻ്റെ ഇതിൻ്റെ റിവ്യൂ ഞാൻ നമ്മൾ കയറി ഇറങ്ങി കഴിയുമ്പോൾ ചെയ്യുന്നതായി. അങ്ങനെ നമ്മളത് സോൻപ്രയാഗിൽ നിന്ന് ഗൗരികുണ്ടിലേക്കൊരു വണ്ടി എടുത്തു. അപ്പോൾ ഒരാൾക്ക് 50 രൂപ വെച്ചാണ് ആയത്. അങ്ങനെ ഞങ്ങൾ മലയുടെ അടിവാരത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് നമ്മളിപ്പോൾ? മലയുടെ അടിവാരത്ത്. അതെ. ഇനി നമ്മൾ കയറണം. ഇരുട്ടായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
ഷബ്നയുടെ ഇന്നല്ല നാളെ ഷബ്നയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നു. ഭയ ഓക്കെ ഭയ കിത്തന 30 പീസ് അറിയാതെ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നേക്കുക. ശരിക്കും ഈ കേക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് കേക്ക് കണ്ടു. 2 പീസ് മതിയോ? നമ്മൾ 8 പേരുണ്ട്. വൈറ്റ് മതിയല്ലേ? ഈ കേക്കാണ് ഗൈസ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. ഷബ്നയുടെ ലക്കാണ്. ഉത്തരാഖണ്ഡിൽ കേദാർനാഥിൽ കയറുന്ന വഴിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക. സത്യം ഭയ്യ ഞങ്ങൾക്കൊരു ചെറിയ ബോക്സ് ഒക്കെ സെറ്റാക്കി തന്നു. ഇവിടെ ഭയ്യ ഇതാ 2 പീസ്. അവിടെ കാണാണ്ട് ഞങ്ങൾ നിൽക്കുവാണ്. കണ്ടുപിടിക്കില്ലയോന്ന് അറിയില്ല. ഇവിടെ ബോക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയ്യ ഞങ്ങൾക്ക് ബോക്സ് സെറ്റാക്കി. കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ താഴെ ഒരു പുഴയാണ്. അതിനൊച്ച നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് കാണിച്ചു തരാം. ക്ലിയർ ആയിട്ട് കാണുമെന്ന് അറിയില്ല. ഗൈസ് അങ്ങനെ നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തു? മൊത്തം എനിക്കൊന്ന് ലക്ഷ്മികൂട്ട് എന്ന് വെച്ചാൽ അങ്ങ് താഴേന്ന് ഇവിടം വരെ 22 എങ്ങാണ്ടാ പറയുന്നത്. ഇപ്പം എത്രയായെന്ന് അറിയില്ല. 22 ആണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് 15 കിലോമീറ്റർ ഇനിയും ഉണ്ടെന്നാണ്. അപ്പം അത്ര നമ്മൾ കവർ ചെയ്തോന്ന് അറിയില്ല. ഇത് കണ്ട ഗൈസ് കുതിരയൊക്കെ പോവും. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇനി എന്തായാലും 15 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് കയറാനായിട്ട്. നമ്മൾ കയറിയിരിക്കും. അതെ ഇത് അങ്ങ് ഉണ്ടോ വെള്ളച്ചാട്ടം? അവിടെ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ വെള്ളമാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുക ഞങ്ങൾ. കാര്യം നമുക്ക് നടക്കാണ്ട് വേണമെങ്കിൽ കുതിരപ്പുറത്ത് പോവാം. ഇതാണ് പോകുന്ന വഴിയുടെ അവസ്ഥ. ഓക്കെ, കുഴപ്പമില്ല. സൂക്ഷിച്ച് കയറിയാൽ മതി. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വെള്ളച്ചാട്ടം കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നൊരു ചെറിയ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? ഞങ്ങളങ്ങനെ കയറി എവിടെയോ എത്തി. ഇനിയുണ്ട്. ഇനി ഉണ്ടാവും 10-15 കിലോമീറ്റർ ഉണ്ടാവില്ലേ? നേരത്തെ ഞാൻ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ? അത് വെറുതെ ആയിരുന്നു. അത് തെറ്റായിരുന്നു. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബയ്യ എടുത്ത് വെച്ച് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പുള്ളി പറയാം ഇനി 20 ഉണ്ടെന്ന്. അപ്പം മിക്കവാറും ഇനി ഒരു 15-12 കിലോമീറ്റർ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടാണ്ട് നമ്മൾ താഴെ നിന്നപ്പോൾ കുതിര കയറി വരാൻ ഒരാൾക്ക് 4000 രൂപയായിരുന്നു. ഇപ്പോൾ ദേ ഇവിടെ വെച്ച് ഒരു പയ്യെ ചോദിച്ചു 1000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇനി 1000 രൂപയ്ക്കുള്ള നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. അയ്യോ, രാത്രി ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട് ഗൈസ്. വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. രാത്രി ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. എല്ലാവരും പെട്ടുപോയാ. ഇതെന്താ സംഭവം? കേട്ടോ എന്നിട്ട് കുരിപ്പത്തെ എന്നെ കൂടെ നടന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് അഭിനന്നൊക്കെ പറഞ്ഞു. ഷബ്നയുടെ ബർത്ത്ഡേ ആണ്.
എന്തായി പറയാനുള്ളത്? ഡ്രീം ഡെസ്റ്റിനേഷൻ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Thank you. Thank you. ഞാൻ തിരിച്ചു വെച്ചു കേട്ടാ വിശക്കൊണ്ടുമില്ല. ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. സമയം 12 മണിയൊക്കെ കഴിഞ്ഞ് ഷബ്നയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ ഇനിയുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഗെറ്റപ്പ് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ളത്. ഗ്ലൗസ് വരെ ഇട്ടു. ഭയങ്കര തണുപ്പ്. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഫ്രീസായി പോകുന്ന പോലത്തെ തണുപ്പാണ്. അങ്ങനത്തെ രീതിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് വ്യൂ ഇതാണ് ഗൈസ്, ഉണ്ടോ? ഇതാണ് നൈറ്റ് വ്യൂ. ഇനി നമ്മൾ എവിടെ ചെല്ലണം എന്നുള്ള കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ മേളിലേക്കാണ് എന്തായാലും. ഇനി അത്രയും കയറിയാൽ മതിയോ, അതിൽ കൂടുതൽ കയറണോ ഒന്നും അറിയില്ല. ദേ കണ്ടോ ഒരു വെള്ളച്ചാട്ടം. അതിൻ്റെ ബാക്കിയല്ലതേ അതുപോലെ വേറൊരു വെള്ളച്ചാട്ടം. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്.